ഭീകരമായിട്ടുള്ള എന്തോ ഒന്ന് ഒരു എയർ പ്രഷറോ അല്ലെങ്കിൽ എന്തോ പിന്നെ ഭീമാകാരമായിട്ടുള്ള ഒരു രൂപമോ ഒക്കെ എന്നെ ഭയപ്പെടുത്താണ്. ഈ ഭയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ കൈയും കാലോട്ട് അടിക്കുന്നുണ്ട്, ഇവരെ വിളിക്കുന്നുണ്ട്. ശബ്ദം മാറി, രൂപം മാറി, ഒക്കെ ശക്തിയും ഭയങ്കര ശക്തിയും. അപ്പോൾ ഞാൻ അയാളെ ബലം പ്രയോഗിച്ചു, പിന്നെ കൺട്രോൾ ചെയ്ത് അയാൾ പിന്നെ പെട്ടെന്ന് തന്നെയാണ് ഞാൻ അയാളിങ്ങനെ നോർമലിലേക്ക് ആക്കി. ആഗ്രഹങ്ങൾ മനുഷ്യന് തീരൂല, അപ്പം വീണ്ടും ജനിക്കേണ്ടി വരും. ഹ്യൂമൻ ബോഡിയിലേക്ക് ആത്മാവ് പ്രവേശിച്ചതിന് ശേഷം അവിടെ ജന്മം കിട്ടുക. മരിച്ചുപോയ മനുഷ്യൻ്റെ ജീവാത്മാവിൻ്റെ ഒരു ദുരന്തമാണത്. അതായത് ഭൂമിയോടുള്ള ഒട്ടൽ, ഭൗതികമായ കാര്യങ്ങളുടെ ഒട്ടൽ മാറാത്ത ഒരു ജീവാത്മാവ്. ഒരു രണ്ട് കാര്യങ്ങളും നമ്മൾക്കകത്തുണ്ട്. ഏതാണോ നമ്മൾ കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി. ഹായ്, ഹലോ, ഇറ്റ്സ് മീ ശ്യാം പ്രകാശ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയിട്ടുള്ള ഭൂതപ്രേത പിശാചുകളെ പറ്റിയുള്ള ആ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ശ്യാമിൻ്റെ യാത്രയിലേക്ക്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് രാജി മേഡമാണ്. രാജി മേഡത്തോട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായി ചോദിക്കാം. മേഡം, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നുള്ളത് ഭൂമിയിലുണ്ടല്ലോ. നെഗറ്റീവ് എനർജിയെ നമ്മൾ ചെകുത്താൻ്റെ ശക്തിയായിട്ടും പോസിറ്റീവ് എനർജിയെ ദൈവശക്തിയായിട്ടും നമ്മൾ വിശേഷിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് എനർജി എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും സ്വാധീനിക്കുന്നത്? നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ മാനസികമായിട്ട് വളരെ വീക്കായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് കൂടുതലും നെഗറ്റീവ് എനർജി നമ്മളെ സ്വാധീനിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് മാനസിക സംഘർഷത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ വളരെ മാനസികമായിട്ട് സംഘർഷമുള്ള ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇത് സത്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ടുപേരും നമ്മൾ 3 പേര് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 2, 3, 4, 5 സെക്കൻഡുകൾ എൻ്റെ മൈൻഡ് ഒന്ന് മാറുന്ന സാഹചര്യം, ഉറങ്ങിപ്പോവുകയാണോ എന്തോ. അതേ സമയത്ത് ഈ എൻ്റെ 2 സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം, ഞാൻ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതേ സാഹചര്യത്തിൽ വളരെ ഭീകരമായിട്ടുള്ള എന്തോ ഒന്ന് ഒരു എയർ പ്രഷറോ അല്ലെങ്കിൽ എന്തോ പിന്നെ ഭീമാകാരമായിട്ടുള്ള ഒരു രൂപമോ ഒക്കെ എന്നെ ഭയപ്പെടുത്താണ്. ഈ ഭയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ കൈയും കാലോട്ട് അടിക്കുന്നുണ്ട്, ഇവരെ വിളിക്കുന്നുണ്ട്, ഒച്ചയിടുന്നുണ്ട്, അലറി വിളിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവരാരും അറിയുന്നില്ല എന്ന് ഞാൻ അറിയുന്നുണ്ട്. ചെറിയൊരു സമയം മാത്രം, വളരെ ചുരുങ്ങി ആ സെക്കൻഡ് സമയം വരെ നമുക്ക് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഞാനൊരു സമയം നോക്കിയ സമയത്ത് 11:23 ആണെങ്കിൽ 11:24, 25 ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഒരു സെക്കൻഡ് പിന്നെ നമ്മൾ ഇങ്ങനെ ഉണർന്ന് എഴുന്നേറ്റ് കാറി കൂവി നിലവിളിക്കാണ്. ഇത് കാണുമ്പോൾ കാണുന്ന ആളുകൾക്കൊക്കെ പേടിയാണ്, ഇവരെന്താണ് ഭ്രാന്തമായിട്ട് ഇങ്ങനെ, ഇവർക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ എന്താ ഉണ്ടാവുന്നതെന്നുള്ള. അപ്പോൾ നമ്മളൊന്ന് കണ്ണ് തുറന്ന് ഒരു 2 സെക്കൻഡ് സമയം കൂടി അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ അനുഭവമാണത്. എനിക്ക് 1, 2 തവണയല്ല, ഒരുപാട് തവണ ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഹിപ്നോട്ടിക് തെറാപ്പിസ്റ്റ്, വൈബ്രേഷൻ തെറാപ്പിസ്റ്റ്, NLP തെറാപ്പിസ്റ്റ് എന്നീ മേഖലയിൽ സ്വന്തമായ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്ന ഡോക്ടർ PK അബ്ദുറഹ്മാൻ സാറാണ്. നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. ഡോക്ടർ, ഇപ്പം ജിന്ന്, പ്രേതം, പിശാച്, ആത്മാക്കൾ, ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നാണോ ഡോക്ടർ പറയുന്നത്? തീർച്ചയായും ഇവകളിൽ പലതും ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കിതെങ്ങനെയാണ് ഫീൽ ചെയ്യുക? ഇത് ഫീൽ ചെയ്ത ആൾക്കാർ കൗൺസിൽ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ്. ഒരു ഹിപ്നോട്ടിക് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായ വ്യക്തിത്വങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ വ്യക്തികളെ നിന്ന് എന്ത് അനുഭവങ്ങളാണ് സാറിനുണ്ടായിരിക്കുന്നത്? നീണ്ട 40 വർഷത്തെ പരിചയമുണ്ട് എനിക്ക്. ഇത്തരം ഒരുപാട് ഇത്തരം വ്യക്തികൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്, ഇവിടെയും വിദേശത്തുമായിട്ട്. സാറ് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടല്ലേ? അതെ. അവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ സാറുണ്ടായിരുന്നു? വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്ന് ഞങ്ങളോട് പറയാമോ? പിന്നെ എന്താണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? പ്രേതഭൂതങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, ജിന്നുകളൊക്കെ, അതിന് ഞാൻ റിസർച്ച് നടത്തുന്ന ആളാണ്. ഞാനൊരു
ഇങ്ങനത്തെ ഒരു ജിന്നുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെട്ടൊരു ബിൽഡിങ്ങിന് ഞാനും എൻ്റെ സുഹൃത്തും പോയിട്ടാണ്. എവിടെയായിരുന്നത്? ബഹ്റൈനിൽ മനാമയിൽ. ബഹ്റൈനിൽ. ഓക്കെ. അതിൻ്റെ ഒരു 6 or 7 ഒരു ഇല്ല 6ാമത്തെ നിലയിലാണ് ഇങ്ങനത്തെ ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ എൻ്റെ കൂടെ ഒരു സുഹൃത്തിനെയും കൂട്ടി ഓക്കെ ഇട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി കൊറിഡോറിലൊക്കെ ഇരുടാണ്. ഓക്കെ. പകൽ ഞങ്ങൾ സ്വിച്ചിട്ട് ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ മേലോട്ട് പോയി. ഓക്കെ. അപ്പോൾ ഈ 6ാമത്തെ നിലയിലെത്തിയപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ 6ാമത്തെ നിലയാണെന്ന് തോന്നുന്നു, ഓർമ്മ അത് 10-30 വർഷം പോലാണ്. ഓക്കെ. അയാൾ പറഞ്ഞാൽ ഞാൻ ഈ ഡോറിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയിട്ട് പതി അങ്ങനെ അയാളെ കിടന്നിട്ട് ഡോറിൻ്റെ ഉള്ളിൽ ആ ഗ്യാപ്പിൽ കൂടി നോക്കുമ്പോൾ ആ പെട്ടെന്ന് ആ ലൈറ്റ് മുഴുവനും പോയി. ഒക്കെ പാടിയിരുട്ടായിട്ട് ഞാൻ അയാളെയും കൂടി കാണാത്ത രൂപത്തിൽ ഇരുട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല സ്വിച്ചും കാണുന്നത് കുറേ ഇങ്ങനെ പിന്നെ ലൈറ്റ് വന്നു. സ്വിച്ച് തൊപ്പി. ഡോക്ടർ സാർ ഒരുപാട് രാജ്യങ്ങളിൽ നിരവധി ആയിരക്കണക്കിന് ആൾക്കാരെ ഹിപ്നോട്ടിസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഹിപ്നോട്ടിക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ഇതേപോലുള്ള അതായത് നെഗറ്റീവ് എനർജി ഏതെങ്കിലും ഒരു ഫീല് സാറിന് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ 1000കണക്കിന് ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരാളെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ ഓക്കെ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. ഓക്കെ. ഹിപ്നോട്ടിക് ടെക്നിക്ക് ഉപയോഗിച്ച് ഓക്കെ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. പിന്നീട് നമ്മൾ സജഷൻ ചെയ്യാൻ ഓക്കെ സജഷൻ ചെയ്തു കൊടുത്തു. ഓക്കെ. അപ്പോൾ പിന്നീട് മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമായി എനിക്ക് അനുഭവപ്പെട്ടു. എന്തായാലും സാറേ? പിന്നെ പെട്ടെന്ന് ആൾ മാറി. അയാളെ ഇങ്ങനെ ശബ്ദത്തിന് വ്യത്യാസം, ശരീരത്തിൽ ഒരു നല്ലൊരു ഭയങ്കര വൈബ്രേഷനായിരുന്നു അയാൾ. ഓക്കെ. അതൊരു നല്ല പരിചയമുള്ള ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് എൻ്റെ പിന്നാലെ ഉള്ളത് എന്നൊക്കെയുള്ള രൂപത്തിൽ അയാൾ സംസാരിക്കാൻ തുടങ്ങി. ശബ്ദം മാറി, രൂപം മാറി, ഒക്കെ ശക്തിയും ഭയങ്കര ശക്തിയും. ഓക്കെ. അപ്പോൾ ഞാൻ അയാളെ ബലം പ്രയോഗിച്ചു, ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അയാൾ പിന്നെ പെട്ടെന്ന് തന്നെയാണ് ഞാൻ അയാളിങ്ങനെ നോർമലിലേക്ക് ആക്കി, പഴയ സ്ഥിതിക്ക് പെട്ടെന്ന് ഒഴിവാക്കി. അങ്ങനെ കാരണം ഹിപ്നോട്ടിക്സ് എനിക്ക് അത് ഉണർത്താനുള്ള പരിചയമുണ്ട്. ഓക്കെ. ഏതൊരു ഹിപ്നോട്ടിക്സ് അത് പെട്ടെന്ന് തന്നെ അയാളെ ഉണർത്തി ഒരു സ്ഥിതിയിൽ ഉണ്ടാക്കി. അപ്പം അത് വേറൊരു വ്യക്തിത്വമായിരുന്നു ആ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്? അതെ, വേറൊരു വ്യക്തിത്വമായിരുന്നു. ശരിയാണ്. അത്ഭുതകരമായൊരു വ്യക്തിത്വമാണ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത യോഗ അധ്യാപികയായിട്ടുള്ള സന്ധ്യ മാഡമാണ്. ഹായ്. നമസ്തേ. സന്ധ്യ മാഡം, ദൈവമുണ്ടോ? ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ശരിക്കും അതുണ്ട്. അങ്ങനെയെങ്കിൽ ചെകുത്താനും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ദൈവം എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവാണ്, എല്ലാവരും ചിന്തിക്കുക. ഓക്കെ. അപ്പോൾ ചെകുത്താന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ എതിർവശമായ നെഗറ്റീവ് ഉണ്ടായിരിക്കൂലേ? തീർച്ചയായും. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത്, ആത്മാവ് എന്നൊക്കെ പറയുന്നതിൽ എന്താണ് ഈ ആത്മാവ്, എന്താണ് നെഗറ്റീവ് എനർജി? ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ളതാണ് ആത്മാ. അതായത് ഒരു ആത്മാവാണ് നമ്മളെല്ലാവരും ബോഡിയിൽ നിന്നും പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വേഷത്തിൽ കാണുന്നതെന്ന് മാത്രം എന്ന് പറയുന്നത്. അതായത് ഒരു എനർജിയിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായി. ഓക്കെ. നമ്മൾ മരണശേഷം സംഭവിക്കുന്ന എന്താണ്? മരണശേഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി അപ്പം തന്നെ ആ ആത്മാവ് മറ്റൊന്നിലേക്ക് പോകും എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ദുർബലമായിട്ടുള്ള മനസ്സിലുള്ള ആൾക്കാരിലേക്ക് ഈ നെഗറ്റീവ് എനർജി, ഈ ആത്മാവ് ആത്മാവാണോ ഈ നെഗറ്റീവ് എനർജി എന്ന് വരുന്നത്? ആത്മാവാണ് നെഗറ്റീവ് എനർജി അല്ല. ആത്മാവ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നേരത്തെ ചോദിച്ച ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പം ദൈവം പോസിറ്റീവ് ആണല്ലോ. അപ്പം ഈ നെഗറ്റീവ് ചിന്തകളായിരിക്കും ചില ആളുകളിൽ പ്രേതരൂപത്തിലെല്ലാം. ചിന്തകൾ മാത്രം എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദുരാത്മാവ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ദുരാത്മാവ് എന്നുള്ളത് വേറെ വ്യക്തികളുടെ ദുർബലമായ മനസ്സിൻ്റെ ഉടമകളിലേക്ക് ഈ ദുരാത്മാവ് എത്തുന്ന സമയത്ത് അങ്ങനെയാണോ ഈ പ്രേതം ബാധ കൂടി എന്നൊക്കെ പറയാൻ പറ്റുന്നത്? ഒരുപക്ഷെ അതന്നെയായിരിക്കാം. ഈ ആത്മാവിനെ എങ്ങനെയാണ് ഈ ദുരാത്മാവ് നല്ല ആത്മാവ് നമുക്ക് തലതിരിക്കുക? നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റാത്ത ആളുകൾ ചിലപ്പം തിരിച്ചു പോവാതെ അവർ മറ്റൊരു ബോഡിയിലേക്ക് പ്രവേശിക്കാതെ ഒരുപക്ഷെ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് വരുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്
ക്രിയായോഗയുടെ ആചാര്യനായിട്ടുള്ള ശ്രീ വിജയ മാഷാണ്. വിജയ മാഷിൻ്റെ വാക്കിലേക്ക് നമുക്ക് കാതോർക്കാം. ആത്മാവ്, ദുരാത്മാവ്, പ്രേതം, ഭൂതം, പിശാച്, ജിന്ന്, യക്ഷി, ഈ സംഗതികളൊക്കെ ഭൂമിയിലുണ്ടോ? നമസ്തേ. ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണ്. ഓക്കെ. അത് നമുക്ക് മനുഷ്യനെ, അത് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്? ഏത് രീതിയിലാണ് നമുക്ക് മനുഷ്യന് ഇവരുടെ സാമീപ്യവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുക? ആത്മാവിൻ്റെ സാമീപ്യം മനസ്സിലാക്കുവാനപ്പുറത്ത് സംഗതി ഉണ്ടാകുന്നില്ല. കാരണം ആത്മാവുണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ. ഓക്കെ. ആത്മാവില്ലെങ്കിൽ മനുഷ്യൻ ജഡമായി കഴിഞ്ഞു. പിന്നെ ആൾക്ക് അന്വേഷിക്കേണ്ടത് മനസ്സിലാക്കേണ്ട വിഷയം വരുന്നില്ലല്ലോ. ഓക്കെ. ഒരു ജീവനുള്ള ബോഡിയിൽ വേറെ ആത്മാവിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുമോ? ആത്മാവിൻ്റെ തൊഴിൽ അതല്ല, വേറെ ജീവികൾക്ക് സ്വാധീനിക്കലല്ല. അതുകൊണ്ട് അത് അങ്ങനത്തെ വിഷയം ഉണ്ടാകുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ദുരാത്മാവ് എന്ന് പറഞ്ഞല്ലോ, ദുരാത്മാവ് എന്ന് പറഞ്ഞ സംഭവം ഒരു പ്രത്യേകം ഒരു എൻറ്റിറ്റി, ഒരു ജീവിയല്ല. ആത്മാവ് ഉള്ള ഒരു മനുഷ്യൻ, ജീവനുള്ളൊരു മനുഷ്യൻ, അയാൾ ജീവിതകാലത്ത് മുഴുവനും ഉണ്ടാക്കി കൊണ്ടുവന്ന തെറ്റായ അധാർമികമായ ചിന്തകളുടെ ആകത്തുകയാണ് ഒരു ദുരാത്മാവ്. അത് ഈ ജന്മത്തിൽ നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഈ ചിന്തകൾ കൊണ്ട് അടുത്ത ജന്മത്തേക്ക് പോയി ജനിച്ചിട്ട് ഏറ്റവും നീചമായ ഒരു തരത്തിലുള്ള ജന്മം എടുക്കുന്നതാണ് ദുരാത്മാവായിട്ട് വരുന്ന ഫലത്തിൽ. മനസ്സാണ് സംഭവം. ഈ മനസ്സാണ് നമ്മളെ ഒരു നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയിലേക്ക് ഒരിക്കലും ഒരു ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് എനർജി കയറി വരില്ല എന്നാണ് മാഷ് പറയുന്നത്. ഉറപ്പായിട്ടും. ഭൂതം, പ്രേതം, പിശാചി എന്നൊക്കെ പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഭൂതം എന്ന് പറയുന്നത് ശരിക്കും മരിച്ചുപോയൊരു മനുഷ്യൻ്റെ ജീവാത്മാവിൻ്റെ ഒരു ദുരന്തമാണത്. അതായത് ഭൂമിയോടുള്ള ഒട്ടൽ, ഭൗതികമായ കാര്യങ്ങളുടെ ഒട്ടൽ മാറാത്ത ഒരു ജീവാത്മാവ്. അയാൾക്ക് വീണ്ടും വീണ്ടും ഈ അനുഭവിച്ചത് മതിയായില്ല എന്നുള്ള ചിന്ത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഉപരിമണ്ഡലങ്ങളിലേക്ക് പോകാൻ, അത് ആധ്യാത്മികമായ മോക്ഷമൂലാസങ്ങളിലേക്ക് പോകാൻ അയാൾക്ക് ആയില്ല. അയാൾക്ക് വകുപ്പായില്ല, സ്കോപ്പില്ല. അപ്പം അങ്ങനെയുള്ള ആൾ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ ജനിച്ചിട്ട് ഈ അധാർമികമായി പണം ഉണ്ടാക്കാനും മറ്റും ശ്രമിക്കുന്നതാണ് ദുരാത്മാവിൻ്റെ അവസ്ഥ. ഇത്തരത്തിലുള്ള ജീവാത്മാവ്, അധാർമികമായി ജീവിച്ച് നയിച്ച ദുരാത്മാവ്, മനുഷ്യൻ മരിച്ചു പോയാൽ അയാൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ജന്മം കിട്ടില്ല. അപ്പോൾ ഉപരിമണ്ഡലങ്ങളിൽ, അതായത് നമ്മൾ 3 ഡയമെൻഷൻ അല്ലാതെ തന്നെ മേലെയുള്ള 4, 5, 6 മണ്ഡലങ്ങൾ അതുപോലെ താഴോട്ടും വരാം. ഈ മണ്ഡലങ്ങൾ ജന്മം അന്വേഷിച്ച് നടക്കുന്നൊരവസ്ഥയാണ് പ്രേതത്തിൻ്റെ അവസ്ഥ. അതാണ് പ്രേതം. അങ്ങനെയാണ് അലയുന്നതെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അലയുന്നതല്ല എൻ്റെ അർത്ഥം. ശരിക്കും ഈ ആത്മാവ് ഭൂമിയിൽ അലയുന്നു, അല്ലെ പ്രേതം ഭൂമിയിൽ അലയുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു ആൾ മരണം എത്തുന്നതിൽ, എന്താ പറയുക, ഒരു ആയുസ് എത്തുന്നതിന് മുമ്പിട്ട് മരിച്ചിട്ട്, അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലേ അപകട മരണം. ആയുസ് എത്തി മരിച്ചാൽ കണക്കാം. കാരണം അയാളുടെ ജീവിതത്തിൽ നല്ല ചിന്തകളില്ലല്ലോ. ജീവിതകാലം മൊത്തം 120 വയസ്സാണെങ്കിൽ 120 വയസ്സ് വരെ അയാൾ ആഗ്രഹിക്കുന്ന തെറ്റായ ചിന്തകൾ മാത്രമായിരിക്കും. എങ്ങനെ അന്യൻ കാമക്രോധ ലോഹങ്ങളായിരിക്കും മനസ്സ് മൊത്തം ഉണ്ടാകുന്നത്. അപ്പം മനസ്സ് മുഴുവനും ദുഷിച്ച് അങ്ങേയായിട്ട് മനസ്സിലാണ് ശസ്ത്രവും മിത്രവും ദേവനും പിശാചൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ദുഷിച്ച മനസ്സും കൊണ്ട് മരിക്കുന്ന ആൾ ഈ കർമ്മം, ഇയാൾ ഈ വാസന കൊണ്ട് മരിക്കും. ആ വാസനയാണ് ഇയാൾ ഈ പ്രേതം ഇതൊക്കെ, അതായത് ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നത്. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് മെഡിസിൻ ആൻഡ് കോസ്മെറ്റിക്സ് മാനുഫാക്ചറിങ് കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം സാജു കുറുപ്പ് സാറാണ്. വെൽക്കം സാർ. ഹായ്, നമസ്കാരം. പോസിറ്റീവ് നെഗറ്റീവ് ശക്തികൾ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബോഡിയെ സ്വാധീനിക്കുന്നത്? മനുഷ്യ ശരീരത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഏതൊരു വ്യക്തികളിലും ഏതൊരു ഈ നാച്ചുറലുള്ള പോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള എനർജി ഉണ്ട്. ഓക്കെ. ഒരാൾ വളർന്നു വരുമ്പോൾ, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിനകത്ത് ഇടപാടുകൾ, സംസാര രീതികൾ, കൂട്ടുകെട്ടുകൾ, ചിന്തകൾ, പ്രവൃത്തികളൊക്കെ ഏത് രീതിയിലാണോ ആ രീതിയിലാണ് വളർന്നു വരിക. ഇപ്പോൾ ഒരു വ്യക്തി ഒരു ചീത്ത കൂട്ടുകെട്ട് അല്ലെങ്കിൽ ചീത്ത ചിന്തകൾ അല്ലെങ്കിൽ ചീത്ത പ്രവൃത്തികളാണ് നിരന്തരം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിനകത്തുള്ള ആ നെഗറ്റീവ് എനർജിയുടെ റേഷ്യോ കൂടി പിന്നീട് അയാൾ കുറച്ച് വളർന്നു വരുമ്പോൾ പൂർണ്ണമായിട്ടൊരു നെഗറ്റീവ് വ്യക്തിയായി മാറും. ഒരു പിശാചിനെ പോലെയാവും, അല്ലെങ്കിൽ സാധാരണ പോലെയാവും. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ കൂടുമ്പോഴാണ് അവരുടെ പിശാചിക ചിന്തകളും പൈശാചികമായ ചിന്തകളും പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യുന്നു പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് ബന്ധപ്പെടുമ്പോൾ തന്നെ അത് ഫീലാവും. അപ്പോൾ അവരെ കൂട്ടുകെട്ടുകൾ മൊത്തം ആ സർക്കിൾപ്പെട്ട ആൾക്കാരായിരിക്കും.
ശരി എന്നുവെച്ചാൽ ഡ്രഗ്സ് ആയിക്കോട്ടെ, മദ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കൊലപാതകം ആയിക്കോട്ടെ, പിടിച്ചുപറി ആയിക്കോട്ടെ, ഇതുപോലത്തെ കൂട്ടുകെട്ടായിരിക്കും അവരുണ്ടാവുക. സ്വാഭാവികമായിട്ടും അവർക്ക് അതാണ് അട്രാക്റ്റ് ആവുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എനർജി കൂടുതൽ. അതേപോലെ തന്നെ നമ്മുടെ ഇടപെടലുകൾ നല്ല രീതിയിലും നല്ല സംസാരങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ, നല്ല ചിന്തകൾ, ആ രീതിയിലൊക്കെയാണ് വളർന്നു വരുമ്പോൾ നമ്മുടെ ഈ പേഴ്സണാലിറ്റി എന്താവും, ഒരു പോസിറ്റീവ് എനർജിയിലേക്കും പോസിറ്റീവ് ഒരു ആംബിയൻസിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഒരു സർക്കിളിൽപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മുടെ സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നല്ല പ്രവൃത്തികൾ, നല്ല ചിന്തകൾ, നന്മകൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ആശയങ്ങൾ, സംവാദങ്ങൾ, നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളും നമ്മൾക്കകത്തുണ്ട്. ഏതാണോ നമ്മൾ കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി. സാറ് പറഞ്ഞത് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഭൂമി തന്നെയുണ്ട്, വ്യക്തികളിലുണ്ട്. അപ്പം വ്യക്തികളിലുള്ള ഈ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളെ ഭരിക്കുകയും പിശാചും ജിന്നും പ്രേതവും ഒക്കെ നമ്മൾ തന്നെയാണ്. തീർച്ചയായും റൈറ്റ്. നല്ലൊരു കാര്യമാണ് സാർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു യഥാർത്ഥ മനുഷ്യൻ എന്താവണം എന്നുള്ളത് ഈ ഒരു ഒരുപാട് താങ്ക്സ് സർ. താങ്ക് യു സർ. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.